രാവിലെ അവിടെ നിന്നും പുറത്തേക്ക് പോയ ജയകൃഷ്ണൻ വൈകിട്ട് 7 മണിയോടെയാണ് തിരിച്ചെത്തിയത്. അവൻ അകത്തേക്ക് കയറി വരുമ്പോൾ മാലിനിയടക്കം ആ വീട്ടിലെ എല്ലാവരും ഹാളിൽ ഉണ്ടായിരുന്നു. വീടിനകത്തേക്ക് കയറി വരുന്ന ജയകൃഷ്ണനെ എല്ലാവരും ഒന്ന് നോക്കി. എന്നാൽ അവൻ അവരെ ആരെയും ശ്രദ്ധിക്കാതെ നേരെ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ആരെയും ശ്രദ്ധിക്കാതെയുള്ള അവൻ്റെ ആ ഒഴിഞ്ഞുപോക്കിനു കാരണങ്ങളും പലതായിരുന്നു. ഇന്നത്തെ ഈ ദിവസം ഭാര്യയ്ക്കും തൻ്റെ വീട്ടുകാർക്കുമൊപ്പം സന്തോഷത്തോടിരിക്കേണ്ട താൻ പുറത്തുപോയി വൈകി വന്നതിൻ്റെ കാരണം അവരോട് പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും അവരോട് പറയേണ്ടതായി വരും. തന്നെ സംബന്ധിച്ച് അത് പറയാനും കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഒഴിഞ്ഞുപോക്കും നിശബ്ദതയുമാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ ശേഷം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പോടെയാണ് അവൻ അവിടേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ രാവിലെ തന്നോടൊന്നും പറയാതെ പുറത്തേക്ക് പോയ ജയകൃഷ്ണൻ തിരിച്ചെത്താൻ വൈകുന്തോറും മാലിനിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് മുന്നിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ വളരെ സന്തോഷവതിയായി അവൾ നിന്നു. ജയകൃഷ്ണൻ വരാൻ വൈകുന്നതോടെ ഭഗീരഥി അവനെ കുറ്റപ്പെടുത്തുകയും ദേഷ്യം കൊണ്ട് ശകാരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. നമ്പ്യാർ പക്ഷേ അവനോടുള്ള അദ്ദേഹത്തിൻ്റെ ദേഷ്യവും അമർഷവും ഉള്ളിൽ ഒതുക്കിവെച്ചു നടന്നു. ഇങ്ങനെ ഒരു ദിവസം രാവിലെ പുറത്തുപോയ ജയകൃഷ്ണൻ തിരിച്ചെത്തിയ സമയം കണ്ടപ്പോൾ അവനെ ശകാരിക്കണമെന്ന് നമ്പ്യാർക്ക് ഉണ്ടായിരുന്നു. എങ്കിലും മാലിനിക്കും മറ്റുള്ളവർക്കും മുന്നിൽ വച്ച് അത് ശരിയാകില്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ആ സമയത്ത് അവനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് നുരഞ്ഞു പൊങ്ങിയ ദേഷ്യവും അമർഷവും അടക്കിപ്പിടിച്ച് അങ്ങനെ നിന്നു. ഈ സമയം ജയകൃഷ്ണൻ മുറിയിലേക്ക് പോയതിനു തൊട്ടു പിന്നാലെ മാലിനിയും മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി അവൾ നോക്കുമ്പോൾ ജയകൃഷ്ണൻ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ഇതിത്ര പെട്ടെന്ന് എവിടേക്ക് മാഞ്ഞുപോയി എന്നോർത്തുകൊണ്ട് മാലിനി മുറിക്ക് പുറത്തേക്കിറങ്ങി ബാൽക്കണിയുടെ ഭാഗത്തായി വന്നു നിന്ന് നോക്കി. അപ്പോൾ കണ്ടു ഊഞ്ഞാൽ കസേരയിൽ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറാൻ നിൽക്കാതെ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ജയകൃഷ്ണനെ. അല്പനേരം അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഈ സമയം അവളുടെ മനസ്സിൽ ജയകൃഷ്ണനെ വിളിച്ചാലോ എന്ന് തോന്നി. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. കാരണം താൻ വിളിക്കുന്നത് ജയകൃഷ്ണന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി. തുടർന്ന് അവൾ തിരികെ മുറിയിലേക്ക് പോന്നു. കണ്ണുകൾ അടച്ചു കിടക്കുന്നുവെങ്കിലും മാലിനി അവിടെ വന്നതും തന്നെ നോക്കി നിന്നതുമെല്ലാം അവൻ അറിഞ്ഞിരുന്നു. അവളോടൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണോ അതോ പറയാൻ കഴിയാത്തതുകൊണ്ടാണോ അറിയില്ല, അവൻ അങ്ങനെ നിശബ്ദനായി കിടന്നുപോയത്. രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഡൈനിങ് ഹാളിലെത്തി. അക്കൂട്ടത്തിൽ ജയകൃഷ്ണനും ഉണ്ടായിരുന്നു. അല്പം മുമ്പ് ആരോടും ഒന്നും മിണ്ടാതെ ആരെയും ശ്രദ്ധിക്കാതെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയ ജയകൃഷ്ണനായിരുന്നില്ല ഇപ്പോൾ അവർക്കൊപ്പം വന്നിരുന്ന ജയകൃഷ്ണൻ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിച്ചും തമാശകൾ പറഞ്ഞും ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. മാത്രമല്ല മാലിനി ആവശ്യപ്പെടാതെ അവൾക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കുകയും ചെയ്തു അവൻ. ഇടയ്ക്ക് ഭഗീരഥിയോട് നാളെ രാവിലെ എല്ലാവരുമായി ഒന്നിച്ച് കുടുംബക്ഷേത്രത്തിൽ പോകണമെന്നും പറയുന്നു. അങ്ങനെ ആ അത്താഴവിരുന്ന് വളരെ സന്തോഷകരമായി തീരുന്നു. അതോടെ മാലിനിയൊഴികെ മറ്റുള്ള എല്ലാവരുടെയും മനസ്സുകളിൽ അതുവരെ ജയകൃഷ്ണനോട് അവർക്ക് ഓരോരുത്തർക്കും തോന്നിയ നീരസഭാവം മാറിത്തുടങ്ങുന്നു. എന്നാൽ മാലിനിയെ അപേക്ഷിച്ച് പറഞ്ഞാൽ ജയകൃഷ്ണനോട് അവൾക്കുണ്ടായിരുന്നത് നീരസമാണോ അതോ കടുത്ത ദേഷ്യമാണോ അതുമല്ലെങ്കിൽ സഹതാപമാണോ വിഷമമാണോ എന്നൊന്നും എടുത്തു പറയാൻ പറ്റാത്ത ഒരുതരം മാനസിക വികാരം മാത്രമായിരുന്നു. എന്നാൽ ജയകൃഷ്ണൻ്റെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റം എല്ലാവരും ചില സംശയങ്ങൾ തോന്നിപ്പിച്ചു. എങ്കിലും ആ സന്തോഷം നശിപ്പിക്കേണ്ടെന്ന് കരുതി ആരും അവനോട് അതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ പറയാനോ പോയിരുന്നില്ല. തുടർന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ വന്നു പല കാര്യങ്ങൾ പറഞ്ഞും അപ്പുവിനെ കളിപ്പിച്ചും TV കണ്ടും ഇരുന്നു. അവർക്കൊപ്പം ജയകൃഷ്ണനും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഉറക്കം വന്നു തുടങ്ങിയതോടെ ഓരോരുത്തരായി അവരവരുടെ മുറികളിലേക്ക് പോയി തുടങ്ങി. അക്കൂട്ടത്തിൽ ജയകൃഷ്ണനും മാലിനിയും ഉണ്ടായിരുന്നു. മുറിയിലെത്തിയതും അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്ന ജയകൃഷ്ണൻ്റെ ആ സ്വഭാവം പാടെ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ രാത്രിയെപ്പോലെ തന്നെ മാലിനിയെ മുറിയിൽ തനിച്ചാക്കി അവളോടൊന്നും പറയാതെ അവളെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണുമായി അവൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ബാൽക്കണിയിലെ ആ ഊഞ്ഞാൽ കസേരയിൽ വന്നിരുന്നു.
ജയകൃഷ്ണന്റെ ആ ഭാവമാറ്റം കണ്ട് മാലിനിയുടെ ഹൃദയം വിങ്ങി. പക്ഷേ അതേക്കുറിച്ചോർത്ത് കരയാനോ കണ്ണുനീർ തൂകാനോ അവൾ തയ്യാറായിരുന്നില്ല. ഇന്ന് താൻ ഒറ്റയ്ക്കാണെന്ന സത്യം മനസ്സിലാക്കി അവൾ കുറേ നേരം വെറുതെയെങ്കിലും അവനെ കാത്ത് ഉറങ്ങാതെയിരുന്നു. പിന്നീട് എപ്പോഴോ അവളും ഉറങ്ങിപ്പോകുന്നു. അന്നും രാത്രി ഏറെ വൈകിയാണ് ജയകൃഷ്ണൻ മുറിയിൽ തിരിച്ചെത്തിയത്. മുറിയിലെത്തി അവൻ നോക്കുമ്പോൾ കണ്ടു ആരോടും ഒരു പരാതിയും പരിഭവവുമില്ലാതെ കിടന്നുറങ്ങുന്ന മാലിനിയെ. അല്പനേരം അവളെ നോക്കി നിന്ന ശേഷം കട്ടിലിന് താഴെ കിടന്ന ആ ചെറിയ സെറ്റിയിലെ അവനും വന്നു കിടന്ന് അവനും ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ അമ്മ ഭഗീരഥയ്ക്ക് കൊടുത്ത വാക്കുപ്രകാരം ജയകൃഷ്ണൻ മാലിനിക്കും തൻ്റെ കുടുംബത്തിനുമൊപ്പം കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോയി. ശേഷം വീട്ടിലെത്തി എല്ലാവർക്കുമൊപ്പം ഇരുന്ന് രാവിലത്തെ കാപ്പി കഴിച്ചു. കാപ്പി കൂടി കഴിഞ്ഞതും മാലിനി മുകളിൽ മുറിയിലെത്തി ഒരുങ്ങിയിറങ്ങി വന്നു. അവൾക്കു പിന്നാലെ ജയകൃഷ്ണനും വന്നു. ഇന്നാണ് മാലിനിക്കും ജയകൃഷ്ണനും മാനാഞ്ചേരിയിലെ മാലിനിയുടെ വീട്ടിൽ ആദ്യ വിരുന്ന് പോകേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുവരും ഒരുങ്ങിയിറങ്ങി താഴെ ഹാളിൽ എല്ലാവർക്കുമൊപ്പം വന്നു നിൽക്കുന്നത്. തൻ്റെ വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്താൽ മാലിനി ഇതുവരെയുള്ള എല്ലാ വിഷമങ്ങളും മറന്ന് വളരെ സന്തോഷത്തിലാണ് അവിടെ നിൽക്കുന്നത്. തുടർന്ന് മാലിനി അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞു. ശേഷം കാറിൽ ജയകൃഷ്ണനൊപ്പം മുൻ സീറ്റിൽ വന്നിരുന്നു. അതോടെ ജയകൃഷ്ണൻ കാർ മുന്നോട്ടെടുത്തു. അങ്ങനെ ചെമ്പകശ്ശേരി തറവാട്ടിൽ നിന്നും മാലിനിയും ജയകൃഷ്ണനും അവരുടെ ആദ്യ വിരുന്നിനായി മാനാഞ്ചേരിയിലെ മാലിനിയുടെ വീടായ ശ്രീശൈലത്തിലേക്ക് പുറപ്പെടുന്നു. മാലിനിക്കൊപ്പം കാറിലിരിക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈയൊരു യാത്ര ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നുവെങ്കിൽ അതിന് കാരണം എന്തെങ്കിലും കണ്ടെത്തി അവൻ ഈ യാത്ര ഒഴിവാക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ജയകൃഷ്ണൻ അവിടേക്ക് പോകുന്നത്. പരസ്പരം പരിചയമില്ലാത്ത രണ്ട് വ്യക്തികളെ പോലെയാണ് രണ്ടാളും കാറിനുള്ളിൽ ഇരുന്നത്. ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഷോപ്പിംഗും നടത്തി അവർ. ഒടുവിൽ 2-2.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം മാലിനിയും ജയകൃഷ്ണനും മാനാഞ്ചേരിയിലെ മാലിനിയുടെ വീടായ ശ്രീശൈലത്ത് എത്തിച്ചേർന്നു. ഈ സമയം മകളെയും മരുമകനെയും കാത്ത് മാലിനിയുടെ അച്ഛനും അമ്മയും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇനി മാലിനിയുടെ വീടിനെക്കുറിച്ച് പറഞ്ഞാൽ ടൗണിനോട് ചേർന്ന് റോഡ് സൈഡിലായി വലിയ മോഡേൺ അല്ല എങ്കിൽ പോലും 2 നിലയുള്ള വീടായിരുന്നു മാലിനിയുടേത്. ചുറ്റുമതിൽക്കെട്ടും ഗേറ്റുമൊക്കെ ഇട്ട വീട്ടുമുറ്റത്തെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും ഫലവൃക്ഷങ്ങളും ഒക്കെയുണ്ട്. കാർ മാലിനിയുടെ വീടായ ശ്രീശൈലത്ത് വന്നു നിന്നു. തുടർന്ന് കാറിൽ നിന്നും ജയകൃഷ്ണനും മാലിനിയും ഇറങ്ങി. കാറിൽ നിന്നും ഇറങ്ങിയ ജയകൃഷ്ണനെയും മാലിനിയെയും മാധവനും മായാദേവിയും കൂടി സ്വീകരിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് രണ്ടുപേർക്കും കുടിക്കാനായി പൈനാപ്പിൾ ജ്യൂസും നൽകി. ഈ സമയം മാലിനി തങ്ങൾ ഷോപ്പിംഗിൽ വാങ്ങിയ സാധനങ്ങൾ അച്ഛനും അമ്മയ്ക്കും നൽകുന്നു. മാധവനും മായാദേവിയും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. തുടർന്ന് മാധവൻ ഇങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ച് ജയകൃഷ്ണനുമായി സംസാരിക്കുന്നു. അല്പനേരത്തെ ആ സംഭാഷണത്തിനൊടുവിൽ മാധവൻ യാത്ര ചെയ്തു വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. ഇനി അല്പനേരം വിശ്രമത്തിനും ഭക്ഷണം കഴിച്ചതിനും ശേഷം മതി ബാക്കി സംസാരം എന്ന് പറഞ്ഞ് അവരെ രണ്ടാളെയും മുകളിൽ മാലിനിയുടെ മുറിയിലേക്ക് പറഞ്ഞുവിടുന്നു. അതോടെ മാലിനി ജയകൃഷ്ണനെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് നടന്നു. മുന്നേ നടക്കുന്ന മാലിനിക്ക് പിന്നിലായി അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ജയകൃഷ്ണൻ നടന്നു ചെന്നു. മുറിയിലെത്തിയ മാലിനി അവൾ കൊണ്ടുവന്ന ഡ്രസ്സടങ്ങിയ ബാഗ് മുറിയുടെ ഒരു വശത്തേക്ക് ഒതുക്കി വെച്ചു. ശേഷം കാറ്റും വെളിച്ചവും കിട്ടുന്നതിനായി ജനാല തുറന്നിട്ടു. തുടർന്ന് ജയകൃഷ്ണന് കുളി കഴിഞ്ഞ് വരുമ്പോൾ മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്തു വയ്ക്കുന്നു. ഒപ്പം മുറിയിലെ ബാത്റൂമും കാട്ടിക്കൊടുത്തു. അതിനുശേഷം അവൾ അവിടെ നിന്നും താഴേക്ക് വന്നു. അടുക്കളയിൽ ജോലി ചെയ്തു നിൽക്കുന്ന അമ്മ മായാദേവിയുടെ അടുത്തെത്തി. അവരെ കെട്ടിപ്പിടിച്ചു. ആ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ ഇവിടെ നിന്നും പോയതിനു ശേഷം ഉള്ള വിശേഷങ്ങൾ അമ്മയോട് ചോദിച്ചറിയുന്നു. അതോടെ മായാദേവി പല വിശേഷങ്ങളും പറഞ്ഞു. അത് കേട്ട മാലിനി നിന്നു. അങ്ങനെ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടുനിൽക്കുന്നതിനിടെ മായാദേവി അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ മാലിനി താനും ജയകൃഷ്ണനുമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അമ്മ മായാദേവിയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട്
ചെമ്പകശ്ശേരി തറവാടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും പറയുന്നു. ഈ സമയം മാലിനിയുടെ മുറിയിൽ തനിച്ചായ ജയകൃഷ്ണനെ സംബന്ധിച്ചു പറഞ്ഞാൽ വല്ലാത്ത ഒരുതരം വീർപ്പുമുട്ടൽ തോന്നി അവന്. എന്നിരുന്നാലും അവളുടെ മുറിയാകെ കണ്ണോടിച്ചൊന്നു നോക്കി. ശേഷം ജനാലയ്ക്കരികിലെത്തി പുറത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ കണ്ടു പട്ടണത്തിൻ്റെ മനോഹാരിതയെ വിളിച്ചോതിക്കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കെട്ടിട സമുച്ചയങ്ങളുടെ നിരകൾ, കൂടാതെ പലതരം ഫാക്ടറികളുടെ പുകക്കുഴലുകളും. അല്പനേരം അവൻ അതെല്ലാം നോക്കി നിന്ന ശേഷം തിരികെ കട്ടിലിൻ്റെ അടുത്തെത്തി. കുളി കഴിഞ്ഞു വരുമ്പോൾ തനിക്ക് മാറിയിടാൻ മാലിനി എടുത്തുവെച്ച ഡ്രസ്സിലേക്ക് നോക്കി അങ്ങനെ നിന്നു. തുടർന്ന് ബാത്റൂമിൽ കയറി ഷവർ ഓണാക്കി മനസ്സും ശരീരവും തണുക്കുന്നതുവരെ ആ ഷവറിനു കീഴെ അങ്ങനെ നിന്നു. ഒടുവിൽ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി അവൻ താഴേക്ക് വന്നു. പടികളിറങ്ങി താഴേക്ക് വരുമ്പോൾ തന്നെ അവൻ കണ്ടു മാലിനിയുടെ അച്ഛൻ മാധവൻ താഴെ ഇരിക്കുന്നത്. ജയകൃഷ്ണൻ മാധവൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിന് അഭിമുഖമായി വന്നിരുന്നു. അതോടെ അവർ രണ്ടാളും തമ്മിൽ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും വീട്ടുകാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. ഈ സമയം അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം നിന്ന് വിശേഷങ്ങൾ പറയുന്ന മാലിനി ഹാളിലെ സംസാരം കേട്ടു. അതോടെ അവളുടെ മനസ്സിൽ ജയകൃഷ്ണൻ കുളി കഴിഞ്ഞ് റെഡിയായി വന്നിരിക്കുന്നു എന്ന് മനസ്സിലായി. തുടർന്ന് മാലിനി അമ്മയോടുള്ള തൻ്റെ വിശേഷം പറച്ചിൽ അല്പനേരത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു. അവിടെയെത്തി കുളിച്ചൊരുങ്ങി താഴേക്ക് വന്നു. രണ്ടാളും കുളിയെല്ലാം കഴിഞ്ഞ് വന്നതോടെ അവരെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിന് ചുറ്റുമായി വന്നിരുന്നു. മകളും മരുമകനും വരുന്നതിനോടനുബന്ധിച്ച് വലിയ ഒരു സദ്യ തന്നെയാണ് മാധവനും മായാദേവിയും കൂടി തയ്യാറാക്കിയിരുന്നത്. മാത്രമല്ല സദ്യയെല്ലാം ഒരുക്കി വച്ചതിനു ശേഷം ഇരുവരും ഒന്നും കഴിക്കാൻ നിൽക്കാതെ മകളെയും മരുമകനെയും കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ എല്ലാവരും ഇരുന്നു കഴിഞ്ഞതും മായാദേവി എല്ലാവർക്കുമൊപ്പം അവർക്കും ഭക്ഷണം വിളമ്പുന്നു. തുടർന്ന് എല്ലാവരുമായി ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഒന്നിച്ചുള്ള ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും അല്പനേരം വിശേഷം പറച്ചിൽ നടന്നു. തുടർന്ന് വിശ്രമത്തിനായി മുറികളിലേക്ക് പോയി. ശേഷം വൈകുന്നേരത്തോടെ അവർ എല്ലാവരും കൂടി മാലിനിയുടെ വിവാഹം നടന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ ശേഷം മനസ്സിൽ അല്പമെങ്കിലും സന്തോഷം തോന്നിയ നിമിഷങ്ങൾ മാലിനിക്കുണ്ടായത് ഇന്നായിരുന്നു. തുടർന്ന് വീണ്ടും ഒന്നിച്ചിരുന്നുള്ള രാത്രി ഭക്ഷണം. ശേഷം അവർ നാലാളും ഹാളിലെത്തി കാര്യങ്ങൾ പറയാനായി വന്നിരുന്നു. അങ്ങനെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മാധവൻ തൻ്റെ മകൾ മാലിനിയെക്കുറിച്ച് ജയകൃഷ്ണനോട് തമാശയായി, എന്നാൽ അതിൽ അല്പം കാര്യഗൗരവത്തോടെ പറഞ്ഞു. കേട്ടോ ജയ, എൻ്റെ മകളാണെങ്കിലും പറയാണ്ടിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് മുന്നിൽ നിശബ്ദയായി വളരെ നല്ല കുട്ടിയായിരിക്കുന്ന ഈ ആളൊന്നുമല്ല യഥാർത്ഥ മാലിനി. ഈ പ്രായത്തിലും അത്യാവശ്യം നല്ല കുറുമ്പും പിടിവാശിയുമുള്ള ആളാണ് കക്ഷി. അവൾ എന്താഗ്രഹിക്കുന്നുവോ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ല അവൾക്ക്. അവൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തുതന്നെയാകട്ടെ അത് നേടിയെടുത്തേ അവൾ അതിൽ നിന്നും പിന്മാറുകയുള്ളൂ. അതാണ് സ്വഭാവം. ഒറ്റ മകളായതുകൊണ്ട് അല്പം കൂടുതൽ ലാളിച്ചാണ് വളർത്തിയത്. അതായിരിക്കാം അവളുടെ ഈ പിടിവാശിക്കെല്ലാം കാരണം. ആട്ടെ, ഈ 2 ദിവസം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ മകളുടെ ഭാഗത്തുനിന്നും ജയന് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ? അല്ല, വിവാഹം കഴിഞ്ഞ് 2 ദിവസമായതേയുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ അതിന് സാധ്യതയില്ല എന്നറിയാം. എന്നാലും ഞങ്ങളുടേതല്ലേ മകൾ, അതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. കാരണം പറഞ്ഞല്ലോ, അവളുടെ ആ കുറുമ്പും പിടിവാശിയും തന്നെയാണ്. പിന്നെ എൻ്റെ മകളുടെ പ്രൊഫഷനെക്കുറിച്ച് പറഞ്ഞാൽ കോടതി മുറിയിലെ മകളുടെ വാദം നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ മാലിനിയെക്കുറിച്ച് അറിയുന്നവരും സഹപ്രവർത്തകരും പറയുന്നത് അവൾ ഒരു സിംഹക്കുട്ടിയാണ് എന്നാണ്. കാരണം കോടതി മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ അവൾ അവളല്ലാതായി മാറുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികളെയും പ്രതിഭാഗം വക്കീലന്മാരെയും ചോദ്യങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും മുൾമുനയിൽ നിർത്തുന്നവളാണ് അവളെന്നാണ് പറയുന്നത്. എന്നു കരുതി ജയകൃഷ്ണന് മുന്നിൽ കുറുമ്പും പിടിവാശിയും ഒക്കെയുള്ള ഒരു നല്ല പെൺകുട്ടിയും ഭാര്യയുമായിരിക്കും എൻ്റെ മകൾ, മാധവൻ പറഞ്ഞു നിർത്തുന്നു. എന്നാൽ ഇവിടെ മാധവൻ മാലിനിയെക്കുറിച്ച് ജയകൃഷ്ണനോട് ചോദിച്ച ആദ്യത്തെ ആ ചോദ്യം കേട്ടപ്പോൾ ജയകൃഷ്ണൻ അറിയാതെയാണെങ്കിലും ആദ്യം അവൻ നോക്കിയത് മാലിനിയുടെ നേർക്കായിരുന്നു. ഈ സമയം തന്നെക്കുറിച്ച് അച്ഛൻ ജയേട്ടനോട് പറയുന്ന വാക്കുകൾ കേട്ട് താൻ
അതെല്ലാമാണെന്ന് സമ്മതിച്ചു തരുന്ന മട്ടിൽ ഒരു ചെറു പുഞ്ചിരിയോടെ അമ്മ മായാദേവിയോട് ചേർന്നിരിക്കുന്ന മാലിനിയെയാണ് അവൻ കണ്ടത്. മാലിനിയുടെ നേർക്കു നോക്കുന്ന ജയകൃഷ്ണന്റെ മനസ്സിൽ രണ്ടു ചിന്തകളാണ് ഉടലെടുത്തത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് മാലിനിയുടെ അച്ഛൻ മാധവൻ അല്പം മുമ്പ് മാലിനിയെക്കുറിച്ച് തന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് വച്ച് നോക്കുമ്പോൾ 2 ദിവസമായി തൻ്റെ വീട്ടിൽ താൻ കണ്ടുനടക്കുന്ന മാലിനി പക്ഷേ താൻ ഇപ്പോൾ കേട്ട രീതിയിലുള്ള ഒരാളായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അടുത്തത് മാലിനിയുടെ അച്ഛൻ മാധവൻ മാലിനിയെക്കുറിച്ച് അവനോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു. ഇതുവരെ മാലിനിയെ ശരിക്കൊന്നും നോക്കിയിട്ടില്ലാത്ത താൻ മാലിനിയുടെ അച്ഛനോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാൻ കഴിയാത്തതിൻ്റെ ഒരുതരം വിഷമവും പരിങ്ങലുമായിരുന്നു. ഒടുവിൽ അവൻ മാലിനിയിൽ നിന്നും ഇതുവരെ തനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു കള്ളം പറയുന്നു. അത് പറയുമ്പോൾ അവൻ അറിയാതെ മാലിനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. മാലിനി പക്ഷേ അത് ശ്രദ്ധിക്കാതെ ടിവിയിലേക്ക് നോക്കിയിരുന്നു. അവളുടെ കണ്ണ് ടിവിയിലേക്കായിരുന്നുവെങ്കിലും മനസ്സുകൊണ്ട് അവൾ ശ്രദ്ധിച്ചത് ജയകൃഷ്ണനെ ആയിരുന്നു. തൻ്റെ അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് കള്ളം പറഞ്ഞതിന് ശേഷമുള്ള അവൻ്റെ മുഖത്തെ ആ നിസ്സംഗതമായ ഭാവമായിരുന്നു അവൾ ശ്രദ്ധിച്ചത്. ഈ സമയം ജയകൃഷ്ണൻ തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞ മറുപടി കേട്ട് മാധവൻ മോൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇനി പോകെ മോനത് മനസ്സിലാകും എന്ന് പറഞ്ഞു ചിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരിക്കവേ മാധവൻ ഇടയ്ക്ക് സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു, ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് നടന്നു. അത് കണ്ട് മായാദേവി എന്നാൽ ഇനിയും നിങ്ങളും പോയി കിടന്നോളൂ, ഇനി ബാക്കി കഥകളെല്ലാം നാളെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണനോടും മാലിനിയോടും അവരുടെ മുറിയിലേക്ക് പോകാൻ പറയാതെ പറയുന്നു. ഈ സമയം അത് കേട്ടിരുന്ന മാലിനിയും ജയകൃഷ്ണനും പരസ്പരം മുഖാമുഖമൊന്ന് നോക്കിപ്പോകുന്നു. എന്നാൽ മാലിനിയുടെ നേർക്കുള്ള ജയകൃഷ്ണന്റെ ആ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് മാലിനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ മാലിനി നേരെ മുകളിൽ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ അവൾ ജയകൃഷ്ണന് കിടക്കാൻ കട്ടിൽ റെഡിയാക്കിയ ശേഷം അവൾക്ക് കിടക്കാനായി താഴെ നിലത്തെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് അതിൽ തലയണ വെച്ചു. ശേഷം അവൾ താഴെ വന്നു മായാദേവി കേൾക്കെ ജയകൃഷ്ണനെ കിടക്കാനായി മുറിയിലേക്ക് വിളിച്ചു. അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞ് ജയകൃഷ്ണൻ ടിവിയിലേക്ക് നോക്കിയിരുന്നു. തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന മായാദേവി കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജയകൃഷ്ണൻ അങ്ങനെ പറഞ്ഞതെങ്കിലും മാലിനിക്ക് അറിയാമായിരുന്നു ജയകൃഷ്ണൻ ഇപ്പോൾ വരില്ല എന്ന്. അതുകൊണ്ടുതന്നെ മാലിനി പിന്നെ അവനെ കാത്തു നിൽക്കാതെ മുകളിൽ അവളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി ജനാലക്കരികിൽ വന്ന് പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. ആ നിൽപ്പ് എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് അവൾക്കറിയില്ല. ഒടുവിൽ അവൾ തിരികെ താഴെ നിലത്ത് വിരിച്ചിട്ട ബെഡ്ഷീറ്റിലേക്ക് വന്നു കിടന്നു. ജയകൃഷ്ണന് മുഖം കൊടുക്കാത്ത രീതിയിൽ പുറംതിരിഞ്ഞാണ് അവൾ കിടന്നത്. ഈ സമയം താഴെ ഹാളിൽ ടിവിക്ക് മുന്നിലിരിക്കുന്ന ജയകൃഷ്ണൻ മാലിനി അവിടെ നിന്നും പോയിക്കഴിഞ്ഞതിനു ശേഷം അല്പനേരം മാത്രമാണ് അവിടെ ഇരുന്നത്. പിന്നീട് മുകളിൽ മുറിയിലെത്തി. മുറിയിലേക്ക് നടക്കുന്ന ജയകൃഷ്ണന്റെ മനസ്സിൽ ഇനിയും താൻ ഇവിടെ ഇരുന്നാൽ അത് മാലിനിയുടെ വീട്ടുകാരിൽ വല്ല സംശയവും ഉണ്ടാക്കിയാലോ എന്ന ചിന്തയായിരുന്നു അവൻ അവിടെ നിന്നും മുറിയിലേക്ക് വരാൻ കാരണമായത്. തുടർന്ന് ചാരിയിട്ട കതക് തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ അവൻ കണ്ടു താഴെ നിലത്തെ ബെഡ്ഷീറ്റിൽ വിരിച്ചു കിടക്കുന്ന മാലിനിയെ. മുറിയുടെ കതക് കുറ്റിയിട്ട ശേഷം ജയകൃഷ്ണൻ തനിക്ക് കിടക്കാനായി മാലിനി ഒരുക്കിയിട്ട കട്ടിലിൻ്റെ അടുത്തെത്തി താഴെ നിലത്ത് കിടക്കുന്ന മാലിനിയെ തന്നെ നോക്കി അങ്ങനെ നിന്നു. സ്വന്തം വീട്ടിലെ മുറിയിൽ താഴെ നിലത്തെ ഒരു വിരിയിൽ ഒരു പരാതിയും പരിഭവവുമില്ലാതെ കിടക്കുന്ന മാലിനിയെക്കുറിച്ച് ഓർത്തപ്പോൾ ജയകൃഷ്ണന്റെ മനസ്സിൽ ഇതിനെല്ലാം താനാണ് കാരണക്കാരനെന്ന് ഓർത്തു വല്ലാതെ കുറ്റബോധം തോന്നി. അതോടെ അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി തീർന്നു. അങ്ങനെ അസ്വസ്ഥമാർന്ന മനസ്സുമായി അവൻ കട്ടിലിലേക്കിരുന്നു. തുടർന്ന് ഈ രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കിയ അവൻ കണ്ണുകളടച്ച് ആ കട്ടിലിൽ അങ്ങനെ കിടന്നു. എന്നാൽ ഇടയ്ക്ക് താഴെ നിലത്ത് കിടക്കുന്ന മാലിനിയെ സംബന്ധിച്ചു പറഞ്ഞാൽ ജയകൃഷ്ണൻ മുറിയിൽ വന്നതും തന്നെ നോക്കി നിന്നതും മാലിനി അറിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ
കട്ടിലിലേക്ക് കിടന്ന ജയകൃഷ്ണൻ പിന്നീടെപ്പോഴോ ഉറങ്ങിപ്പോകുന്നു. എന്നാൽ സ്വന്തം വീടും മുറിയുമായിട്ടും മാലിനിക്ക് പക്ഷേ ഉറക്കം വന്നിരുന്നില്ല. ആ രാത്രി അല്പം പോലും അവൾ ഉറങ്ങിയതേയില്ല. അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരാളെപ്പോലെ മാലിനി കുളിച്ചൊരുങ്ങി താഴെ അടുക്കളയിലെത്തി. അല്പനേരം അമ്മയുമായി സംസാരിച്ച ശേഷം ജയകൃഷ്ണന് കുടിക്കാനുള്ള കാപ്പിയുമായി മുകളിൽ മുറിയിലെത്തി. അത് മേശപ്പുറത്ത് അടച്ചു വച്ചതിന് ശേഷം പല്ലു തേക്കാനുള്ള ബ്രഷും മരുന്നും കുളി കഴിഞ്ഞു വന്നതിന് ശേഷം മാറിയിടാനുള്ള ഡ്രസ്സും എല്ലാം എടുത്തു റെഡിയാക്കി വച്ചതിന് ശേഷം താഴെ അടുക്കളയിൽ അമ്മയ്ക്ക് അടുത്തായി അടുക്കളപ്പണിയിൽ അമ്മയെ സഹായിക്കുന്നു. മാലിനി താഴേക്ക് പോയതിന് പിന്നാലെ തന്നെ ഉറക്കമുണർന്ന ജയകൃഷ്ണൻ തൊട്ടു പിന്നാലെ തന്നെ ഉറക്കമുണർന്ന ജയകൃഷ്ണൻ നോക്കുമ്പോൾ കണ്ടു തനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി വച്ചിരിക്കുന്നത്. ജയകൃഷ്ണൻ കുളിച്ച് റെഡിയായി വന്നതിന് ശേഷം കാപ്പി എടുത്തു കുടിച്ചു. തുടർന്ന് താഴേക്ക് വന്ന് പത്രം വായിക്കാനിരുന്നു. ഈ സമയം മാധവനും വന്നു. അതോടെ ഇരുവരും തമ്മിൽ പത്രം വായനയും സംസാരവും ഒക്കെയായി. അങ്ങനെ ഇരുന്ന ശേഷം രാവിലത്തെ കാപ്പികുടി കഴിഞ്ഞ് മകളെയും മരുമകനെയും കൂട്ടി മാധവനും മായാദേവിയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ വിരുന്നിനു പോകുന്നു. അങ്ങനെ അവിടെ നിന്നും പോയ അവർ അന്നു രാത്രിയോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. തുടർന്ന് അടുത്ത ദിവസം മാധവനും മായാദേവിയും മരുമകളെയും മകനെയും കൂട്ടി ടൂറിൽ തന്നെ. അടുത്ത ദിവസവും മാധവനും മായാദേവിയും മകനെയും കൂട്ടി ടൂറിൽ തന്നെയായിരുന്നു. അന്നും രാത്രിയാണ് അവർ നാലാളും തിരിച്ചെത്തിയത്. അങ്ങനെ ആദ്യ വിരുന്ന് ഒരു ടൂറ് പോലെ തന്നെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചതിന് ശേഷം തുടർന്ന് മൂന്നാമത്തെ ദിവസം സന്തോഷകരമായ വിരുന്നെല്ലാം കഴിഞ്ഞ് രാവിലെ 10 മണിയോടെ ജയകൃഷ്ണനും മാലിനിയും അച്ഛൻ മാധവനോടും അമ്മ മായാദേവിയോടും യാത്ര പറഞ്ഞുകൊണ്ട് തിരിച്ച് ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങി.